ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഡിസംബർ മാസമാണ്, ക്രിസ്മസൊക്കെ ആയി തുടങ്ങിയല്ലോ. അപ്പോൾ എല്ലായിടത്തും ക്രിസ്മസിൻ്റെ സ്റ്റാർ തൂക്കലും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാം. A4 ഷീറ്റ് വെച്ചിട്ട്, അതാകുമ്പോൾ നമ്മളെല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ പിൻട്രസ്റ്റിൽ ഇങ്ങനെ കണ്ടിട്ട് എനിക്കിഷ്ടമായിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്താൽ നോക്കുക എന്നുള്ളൊരു രീതിക്ക് ചെയ്തപ്പം ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ A4 ഷീറ്റ് എടുത്തിട്ട് ആദ്യം സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങനെ മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ നടുക്കുന്ന ഒരു സൈഡിൽ നിന്ന് നടുക്കിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലൈൻ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഉള്ളതും മൊത്തം ഞാനിവിടെ 21 A4 ഷീറ്റ് എടുത്തിട്ടുള്ളത്. 21 A4 ഷീറ്റും ഇതേപോലെ മടക്കിയിട്ടും പശയൊക്കെ തേച്ച് ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ 21 എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് നടുക്കിൽ കൂടെ അങ്ങനെ വരച്ച് ഗമ്മോണ്ട് ഇങ്ങനെ വരച്ചിട്ട് താഴത്ത് ഇതേപോലെ നമ്മൾ എന്താ പറയുക തല കുത്തി വെച്ചിട്ടുള്ള ടീ ഷേപ്പ് അതേപോലെ എല്ലാ ഏത്തമ്മലും വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ താഴത്തേക്ക് വരയ്ക്കുക, സൈഡിൽ നിന്ന് വരയ്ക്കുക. അതായത് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒരു 5 അതേപോലെ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു ചിറക് പോലത്തെ ഒരു ഡിസൈൻ ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. അതേപോലെ ഒന്ന് ചിറക് പോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 6 ഉണ്ട്. 6 അതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് പെൻസിൽ വെച്ചിട്ട് ഒരു ചിറക് പോലെ ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ യു ഷേപ്പിൽ ഇങ്ങനെ മുളക്കി എടുത്തിട്ട് നമ്മളിങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞൊരു ചിറക് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഡിസൈൻ കൊടുത്തിട്ട് അതിങ്ങനെ ഒന്ന് വെട്ടിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ അതായത് സൈഡിലേക്കൊന്നും ചെരിഞ്ഞ് പോവാണ്ടൊന്നും ഇരിക്കാതെ ചെരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ 2 സൈഡിലൊരു ക്ലിപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യുക. എന്നിട്ട് കത്രിക എടുത്തിട്ട് പേപ്പർ കട്ട് ചെയ്യുന്ന കത്രിക ഉണ്ടെങ്കിൽ അതെടുക്കട്ടെ. ഞാൻ തുണി വെട്ടുന്ന കത്രികയാണ്, പക്ഷേ എൻ്റെ അടുത്ത് തുണി വെട്ടാൻ വേറൊരു കത്രിക ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് എടുത്താട്ടോ ഈ കത്രിക. തുണി വെട്ടുന്ന കത്രിക എടുക്കരുത്, മൂർച്ച പോകും. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ഉള്ള തുണി വെട്ടാൻ വേറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതെടുത്തിട്ട് ചെയ്യണത് കേട്ടോ. പേപ്പർ വെട്ടുന്ന കത്രിക വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കത്രിക എടുത്ത് ചെയ്യണത്. അപ്പോൾ ഇതേപോലെ സൂക്ഷിച്ചിട്ട് പതുക്കെ ഇതേപോലെ ആ വരച്ച ചിറകിൻ്റെ ആ വരച്ച ഭാഗം ഇങ്ങനെ ഒന്ന് വെട്ടിക്കൊടുക്കുക. അപ്പോൾ അതാ നമ്മളിതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ അതേപോലെ വെട്ടി വെച്ചിട്ടാണ് പിന്നെ അതിലേക്ക് ഒട്ടിച്ചെടുക്കുക ചെയ്തത്. അപ്പോൾ ഒരുമിച്ച് വയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ കട്ടിയാകുമ്പോൾ വെട്ടാൻ കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതേപോലെ ബാക്കിയുള്ളത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക ചെയ്ത്. ലാസ്റ്റായിട്ട് ഇതേപോലെ ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ത്രെഡ് എടുക്കുക. നമുക്ക് ഏത് നൂലാണ് നമ്മളെ കയ്യിലുള്ള വെച്ചാൽ നൂലെടുക്കുക. ഞാനിവിടെ കുറച്ച് കട്ടിയുള്ളൊരു നൂലാണ് എടുത്തുള്ളത്. ഞാൻ എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ പശ വെച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. ഇതാണ് ഫൈനൽ ആയിട്ട് സ്റ്റാറൊക്കെ ഉണങ്ങിയതിന് ശേഷം ഉണ്ടാവുന്ന റിസൾട്ട്. നിവർത്തുമ്പോൾ ഇതേപോലെ ഒരു നല്ല ഭംഗിയുള്ളൊരു സ്റ്റാർ വൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ളൊരു സ്റ്റാർ കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാവും.
കാരണം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയട്ടെ, കമൻറ്റിൽ പറയുക ഇഷ്ടമായി എന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ്.